الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن نبينا محمد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ആദ്യമായി ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അവൻ നൽകിയിട്ടുള്ള ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത എന്നൊക്കെ പറയുമല്ലോ, അത്രമേൽ അനുഗ്രഹങ്ങളിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒരു നാട് എന്നുള്ള നിലക്ക് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പലതരത്തിലുള്ള പ്രതികൂല അനുഭവങ്ങൾ, സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അത് സംഭവങ്ങൾ നമ്മളെ പ്രയാസപ്പെടുത്തും. അങ്ങനെ പ്രയാസകരമായ ഒരു ജീവിതവും അതൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വ്യക്തിപരമായും അല്ലാതെയൊക്കെ. അപ്പൊ അനുഗ്രഹങ്ങളുണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം. കാരണം ഭൗതിക ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. അങ്ങനെയൊക്കെയാണ് ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുക. അത് തന്നെയാണ് ഇത്തരം ജീവിതാനുഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവുതാണ് എന്ന് മാത്രമല്ല, ഈ ദുനിയാവോടുകൂടി തീരണില്ല കാര്യം എന്നുള്ളതാണ്. ദുനിയാവിലെ ഈ ജീവിതത്തിന് ശേഷം യഥാർത്ഥത്തിലൊരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. ഇതല്ല യഥാർത്ഥ ജീവിതം, വരാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ ചിന്ത നൽകുന്നുണ്ട്. ഖുർആൻ അത് നേർക്കുനേരെ പറയുന്നുണ്ട്, ചിന്ത മാത്രമല്ല നേർക്കുനേരെ പറയുന്നുണ്ട്. ദാറുൽ ആഖിറയാണ് ശരിക്കുള്ള ജീവിതം. ലഹിയ അൽ ഹയവാൻ, ശരിക്കുള്ള ജീവിതം അതാണ്. ലൗ കാനൂ യഅലമൂൻ, അവരത് അറിയേണ്ടതാണ്, അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വരാനിരിക്കുന്ന യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ തൗഹീദിനെ അംഗീകരിക്കുക, തൗഹീദ് അംഗീകരിക്കുക എന്നുള്ളത് ആ യഥാർത്ഥ ജീവിതത്തിന്റെ രക്ഷക്ക് അതിപ്രധാനമാണല്ലോ. അപ്പൊ ആ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിക്കാനാവുക.
ആ കലിമത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമ്മൾക്ക് അതോടൊപ്പം ഉണ്ടാകേണ്ട ഒന്ന് എന്ത് എന്ന് ചോദിച്ചാൽ, ആ പരലോക ജീവിതം ഒരുക്കിയവനായ അള്ളാഹു, അവനോട് നമുക്ക് നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടാവണം. മനസ്സിൽ നിറയെ സ്തുതികീർത്തനങ്ങൾ ഉണ്ടാകണം. ആ സ്തുതി എന്താന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്തുതി എന്ന് പറയുന്നത്. ശരിയാണ്. ആ അൽഹംദുലില്ലയുടെ പൊരുൾ എന്തെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ സ്തുതിക്കാനാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം ഒരു വിശ്വാസിയുടെ ദൗത്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ തൊട്ടുടനെ ബാധിക്കുന്ന ഒരു കാര്യമാകുന്നു അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലയുടെ യഥാർത്ഥ ജീവിതം അയാൾക്ക് ഉണ്ടാകണം എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പോരുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ അൽഹംദുലില്ലാ എന്നുള്ളത് ജീവിതത്തിൽ നമ്മുടെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ആ ഒരു ഉത്തരത്തെ ഏറ്റവും സംക്ഷിപ്തമായിട്ടാണ് ഏറ്റവും ആദ്യത്തിൽ പറഞ്ഞത്. ഒന്ന്, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾക്കൊപ്പം തന്നെ പ്രയാസങ്ങളും വെച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതർത്ഥത്തിലും അൽഹംദുലില്ലാ എന്ന് പറയാനാവുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ചുരുക്കം. അപ്പൊ നമ്മൾ നോക്കൂ, അള്ളാഹു ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഏതൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണണം എന്ന് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കാഴ്ചപ്പാട് എന്നതിനപ്പുറം നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. ആ കാഴ്ചപ്പാട് അള്ളാഹു നൽകുന്നത് ഖുർആൻ നമ്മൾ തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എല്ലാ ഖുർആനിന്റെ പാരായണ വേളകളിൽ ഓരോ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു ഖുർആൻ പാരായണം തുടക്കത്തിൽ അഊദു ചൊല്ലണമെന്നും ഓരോ സൂറത്ത് പാരായണം ചെയ്ത് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലണം എന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞാൽ പിന്നീട് ഖുർആനിൽ ഏറ്റവും ആദ്യം നമ്മൾ പാരായണം ചെയ്യുന്നത് ഖുർആന്റെ തുടക്കത്തിലുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത് എന്ന് തന്നെയാണ് അതിനെ കുറിച്ച് പറയേണ്ടത്. ഖുർആൻ മുസാഫ് എടുത്ത് നോക്കിയാൽ 1 എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇരിക്കട്ടെ, അതിന്റെ ചർച്ച വേറെയാണ്. ഫിഖ്ഹിയായ ഖുർആനുമായി ബന്ധപ്പെട്ട ഇതിന്റെ കോർവയുമായി ബന്ധപ്പെട്ട ചർച്ച ഇതല്ല. ഇരിക്കട്ടെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 1-ാമത്തെ ആയത്താണ്. ആ 1-ാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുന്നു. ഇനി ആ അൽഹംദുലില്ല കൊണ്ട് തുടങ്ങുന്ന ഒരു വിശ്വാസി, സഹോദരങ്ങളെ, ഒരു വിശ്വാസി അവന്റെ പിന്നീട് അവൻ ഈ ജീവിതം കഴിഞ്ഞിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് അവൻ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ അവസാനത്തെ പ്രാർത്ഥന, ഒരു വിശ്വാസിയുടെ അവസാനത്തെ പ്രാർത്ഥന എന്താണ്? അവസാനത്തെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിന്റെ 10-ാമത്തെ ആയത്ത് എടുത്തു വെച്ച് വായിക്കൂ. അല്ലാഹു ഇവിടെ നമ്മോട് പറയുന്നുണ്ട്, സ്വർഗത്തില് അയാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതായിരിക്കുന്നു. അപ്പൊ ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാംശം അത് എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു വിചാരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി ഉണ്ടാകേണ്ടതുണ്ട്. ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ അൽഹംദുലില്ലാ? നമ്മുടെ അൽഹംദുലില്ലാ എന്താന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരം അള്ളാഹുവോടുള്ള നമ്മുടെയൊക്കെ മനസ്സിന്റെ നന്ദിബോധമാകുന്നു അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദു റഅ്സു ശുക്ർ എന്നാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ശുക്ർ ബോധത്തിന്റെ റഅ്സ്, അതിന്റെ ഏറ്റവും ലീഡർ എന്ന് പറയാവുന്ന ഒന്നാകുന്നു. ആ അവസ്ഥയിലാകുന്നു അൽഹംദു എന്നുള്ള ആ ഒരു ദിക്ർ ഉള്ളത്, ആ പ്രാർത്ഥനാംശം ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ശുക്റിന്റെ ഏറ്റവും പരമമായ അവസ്ഥ എന്ന് നമുക്ക് അതിനെ കുറിച്ച് പറയാം. നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. എന്തിന് ശുക്ർ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി, നമുക്ക് സമ്പത്ത് നൽകി. സമ്പത്ത് റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടി എന്നുള്ള ആ ഉറച്ച ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ആ ഉറച്ച ബോധ്യത്തിൽ നിന്ന് റബ്ബെ എനിക്കത് നൽകിയത് നീയാണ്, അള്ളാഹുവെ നീയാണ് എനിക്കത് നൽകിയത്, അതിനാൽ അത് നൽകിയതിന്റെ പേരിൽ ഞാൻ നിനക്ക് വിധേയനാണ്. ശുക്രബോധം അങ്ങനെയാണ്, ഞാൻ നിനക്ക് വിധേയനാണ്. ആ വിധേയത്വ പ്രഖ്യാപനമാണ്, വിധേയത്വത്തെ പ്രഖ്യാപിക്കലാകുന്നു നിനക്ക് നന്ദി. അള്ളാഹുവെ നിനക്ക് നന്ദി എന്ന് പറയുന്ന ആ വാക്കുള്ള അൽഹംദു അല്ല, ശുക്ർ എന്ന് പറയുന്ന ആ അവസ്ഥക്കുള്ളത്. ശുക്ർ എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നിനക്കാകുന്നു ശുക്ർ, അഷ്കുറുക യാ അല്ലാഹ്.
അങ്ങനെ ഒരു ദിക്ർ ഹദീസിലുണ്ട് എന്നല്ല, പക്ഷെ നമ്മൾ ശുക്ർ പറയുക എന്നുള്ളിടത്ത് നിൽക്കുമ്പോൾ ഇത്രയാണുള്ളത്: ഞാൻ വിധേയനാണ് നീ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ പേരിൽ. കഴിഞ്ഞില്ല, ആ അനുഗ്രഹം നിന്നിൽ നിന്നാണ് എന്ന് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. ഈ ഒരു അവസ്ഥയാകുന്നു ശുക്ർ എന്ന് പറയുന്നത്. പക്ഷേ അൽഹംദു അവിടെ നിൽക്കുന്നില്ല. അത് പറയാനാണ് ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അൽഹംദു എന്നുള്ളത് അവിടെ അവസാനിക്കുന്നില്ല. ശുക്ർ ഇതിൽ പരിമിതമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആരോഗ്യം, റബ്ബേ നീ എനിക്ക് ആരോഗ്യം തന്നു, ആ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നാഥ നീ എനിക്ക് തന്നതിന്റെ പേരിൽ നീയാണത് തന്നത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. മാത്രമല്ല അതിന്റെ പേരിൽ ഞാൻ നിനക്ക് വിധേയനാകുന്നു എന്ന് പ്രഖ്യാപിക്കലാകുന്നു ശുക്ർ. കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ നോക്കൂ, കുടുംബവും കുട്ടികളൊക്കെ നൽകിയതിന്റെ പേരിൽ, അങ്ങനെ ഓരോ നൽകിയതിന്റെ പേരിലൊക്കെ ശുക്ർ പ്രകടിപ്പിക്കുമ്പോൾ ഇതാണ് ഉണ്ടാകുന്നത്. പക്ഷേ അൽഹംദു അതിന്റെയും അപ്പുറത്താണ്. അതിന്റെയും അപ്പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കൂ, അനുഗ്രഹങ്ങൾ നൽകിയവനായ അള്ളാഹു അതിന്റെ പേരിൽ എനിക്ക് വിധേയത്വമുണ്ട് എന്ന് പറയലോ, അവനാകുന്നു അത് നൽകിയത് എന്ന് പറയലോ അത് ശുക്റാകുന്നു എങ്കിൽ ശുക്റിന്റെ അപ്പുറത്താകുന്നു അൽഹംദു ഉള്ളത്, സ്തുതി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്തുതി എന്ന് പറയുമ്പോൾ പിന്നെ അതിലേക്ക് ഒന്നുകൂടി നമുക്കതിന്റെ പാരമ്യമായ ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഇതിനെ വിശദീകരിക്കുന്ന പദപരമായും ഇസ്ലാമിക സംഖ്യയിൽ നിന്നുകൊണ്ടുമൊക്കെ അതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത് ശുക്ർ ബോധം, അത് ശുക്ർ ബോധം എന്ന് പറയുന്ന റബ്ബിന്റെ വിധേയത്വ പ്രഖ്യാപനമാണെങ്കിൽ, റബ്ബ് തന്നതാണ് അനുഗ്രഹങ്ങൾ എന്ന് സമ്മതിക്കലാണെങ്കിൽ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ അപ്പുറത്തുള്ളതാകുന്നു. അനുഗ്രഹം തടഞ്ഞാൽ പോലും മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാകുന്നു ഈ സ്തുതിബോധം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ എന്നുള്ള ബോധം. അനുഗ്രഹം കിട്ടിയിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അടുക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയാവുന്നത് കുറെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പലതും തടയപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ദുരിതങ്ങളാണ്, ഒരുപാട് പ്രയാസങ്ങളാണ്. ഇനി വേണ്ട, നമ്മൾ ആലോചിച്ച് നോക്കൂ, അത്ര വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങോട്ട് പറിച്ചു നടാൻ പറ്റാത്ത വണ്ണം സ്നേഹിക്കുന്ന, അത്ര ഇഴയടുപ്പത്തോടു കൂടി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇണയാകാം, മക്കളാകാം, ഉപ്പയാകാം, ഉമ്മയാകാം, ആരാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനിവാര്യമായി വേർപെട്ടു പോവാണ്. റബ്ബ് വിളിച്ചൊളിച്ചാണ് കൊണ്ടുപോകുന്ന സമയത്തുണ്ടാകുന്ന നോവും നീറ്റലും എത്രയായിരിക്കും. പക്ഷെ ആ സമയത്ത് പോലും എന്റെ റബ്ബ് എനിക്ക് നൽകിയതിന് റബ്ബിന്റേതാണല്ലോ, റബ്ബ് എടുത്തു എന്ന് പറയാൻ സാധിക്കുകയും അൽഹംദുലില്ലാ എന്ന് റബ്ബ് എനിക്ക് ഇത്രയും കാലം നൽകിയതിനെ കുറിച്ച് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ സാധിക്കുകയും റബ്ബിന്റെ അടുക്കലേക്ക് ദാറുസ്സലാമിലേക്ക് വിളിച്ചതാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ചുരുക്കത്തിൽ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടാൽ പോലും അവിടെയും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാകണം അൽഹംദുലില്ലാ എന്നുള്ളത്. ശുക്രബോധത്തിൽ വിധേയത്വ പ്രഖ്യാപനവും അതേപോലെ തന്നെ അനുഗ്രഹത്തെ അംഗീകരിക്കലും ഉണ്ടെങ്കിൽ, ആ നന്ദി ബോധത്തിൽ അതാണ് ഉള്ളത് എങ്കിൽ, സ്തുതിബോധം അഥവാ അൽഹംദുലില്ലാ പറയുന്നിടത്ത് അവിടെ നിന്നും വിടാണ്. അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും റബ്ബേ ഞാൻ നിനക്ക് വിധേയപ്പെട്ടവനാണ്, നിനക്കാകുന്നു എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിതമുള്ളത് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഉറച്ച വിശ്വാസബോധമാകുന്നു, പ്രഖ്യാപനമാകുന്നു അൽഹംദുലില്ലാ എന്ന്. നിങ്ങൾ നോക്കൂ, ശുക്ർ ബോധത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്ന സൂറത്തു ഇബ്രാഹിമിലെ 7-ാമത്തെ ഒരു വചനമുണ്ട്. ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു ആയത്തിന്റെ ഭാഗമാണ്. റബ്ബിന്റെ ഒരു പ്രഖ്യാപനമാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തും വർദ്ധിപ്പിച്ചു തരും. അതെവിടെയാ? ശുക്ർ ബോധത്തിൽ കിട്ടുന്നതാകുന്നു ഈ വർദ്ധനവ്. നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും, വീണ്ടും ഏറ്റിത്തരും. എനിക്ക് റബ്ബ് തന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് നാഥ ഞാൻ നിനക്ക് വിധേയനാണ്. അത് ജീവിതത്തിൽ പ്രഖ്യാപിക്കുക. അതേപോലെ തന്നെ ആ അനുഗ്രഹത്തെ റബ്ബിന്റെ മുൻപിൽ സമ്മതിക്കുക. ശുക്ർ അതാണെന്ന് പറഞ്ഞല്ലോ. ആ ശുക്ർ ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു വീണ്ടും നമുക്ക് ഏറ്റിത്തരും, വർദ്ധിപ്പിച്ചു തരും. വല ഇൻ കഫർത്തും, അള്ളാഹു പറയുന്നു, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ട്. ഹംദ് അതിന്റെയും അപ്പുറത്താണ്. ഹംദ് അതിന്റെയും അപ്പുറത്ത് കിടക്കുന്ന ഒന്നാകുന്നു. ആ അപ്പുറം എന്ത് എന്ന് ചോദിച്ചാൽ വിശ്വാസിയുടെ ഒരു വലിയ ഗുണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.
സത്യവിശ്വാസിയുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു ഹദീസിൽ വന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസ് നോക്കൂ. അജബൻ, അത്ഭുതകരമായ കാര്യം. ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അയാളുടെ എല്ലാ കാര്യവും ഖൈറായിട്ട് ഭവിക്കും എന്നുള്ളതാണ്. എന്താണ് എങ്ങനെ ഖൈറായിട്ട് ഭവിക്കുക എന്ന് പറഞ്ഞിട്ട് വിശ്വാസിക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസിക്ക് മാത്രമേ അത് അഭിമുഖീകരിക്കാൻ, എല്ലാം ഖൈറായിട്ട് അഭിമുഖീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ അസ്വാബതുഹു സറാഅ ശകറ, അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാൽ, അനുഭവിക്കേണ്ടി വന്നാൽ ശുക്ർ ബോധം ഉണരും. ഇനി ശുക്രനെ കുറിച്ച് പറയുന്നില്ല, ആ ഒരു ചിന്തയിൽ വെച്ചുകൊണ്ട് ആലോചിക്കുക. സാധാരണ നമ്മൾ താങ്ക് യു പറയുന്ന, ശുക്രൻ എന്ന് പറയുന്ന ഒരു ലാഘവത്വത്തോടു കൂടി നമ്മളത് കാണണ്ട. മറിച്ച് വിധേയത്വ പ്രഖ്യാപനമാണ്, കിട്ടിയത് എന്റെ റബ്ബിൽ നിന്നാണ് എന്നുള്ള ഒരു സമ്മതമാണ് അത് ശുക്ർ എന്ന് പറയുന്നത്. ആ ശുക്ർ അയാൾക്ക് കാണിക്കാൻ സാധിക്കും. ഇൻ അസ്വാബത്തുഹു സറാ, സന്തോഷം ഉണ്ടാകുമ്പോൾ. ഇനി ഹംദിലേക്ക് എത്തുമ്പോഴോ, വ ഇൻ അസ്വാബതുഹു ദർറാ, അയാൾക്ക് അസഹനീയമായ ഒരു അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴോ സബർ ഉണ്ടാകും. അപ്പോൾ അൽഹംദു എന്ന് പറയുന്നത് ശുക്റും സബറും കൂടി തികഞ്ഞ രീതിയിൽ ഒരു വിശ്വാസിയെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാകുന്നു അൽഹംദുലില്ലാഹ്. കേവലം ഒരു സംസാരം മാത്രമല്ല, കേവലം നമ്മളിങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കുന്ന കുറെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് പറയണം, അത് മാത്രമല്ല എന്നർത്ഥം. മറിച്ച് അതിന്റെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ നമുക്ക് റബ്ബിന് സ്തുതികൾ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം ഒരു വിശ്വാസിക്കത് ഉണ്ടാകുന്ന. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ദുരിതമാണെന്നുള്ള ഒരു അനുഭവം അയാൾക്ക് ഉണ്ടാകുമ്പോൾ അയാൾ അതിനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ അയാളുടെ ജീവിതം ആ അർത്ഥത്തിൽ ഏറ്റവും ഗുണകരമായിട്ട് മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്റിന്റെ ഈ പ്രഖ്യാപനം അഥവാ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സ്തുതികീർത്തനത്തിന്റെ പ്രഖ്യാപനത്തെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് അറിയാം, ഇദാ അതാഹുൽ അംറു യസുറുഹു, ഒരു സന്തോഷകരമായ ജീവിതാനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓർക്കാനുണ്ടാകുമ്പോൾ, പറയാനുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശുക്ർ പറയുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമിഹി തതിമ്മുസ് സ്വാലിഹാത്ത് എന്ന് പറയുന്ന, അവന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയത്, ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്റെ സൽക്കർമ്മങ്ങളുടെ ഒരു അറ്റം പൂർത്തിയാവുകയുള്ളൂ എന്ന് അയാൾ സമ്മതിക്കും. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. എന്നാലോ അയാൾക്ക് ദുരനുഭവം എന്നുള്ള നിലക്കാണ് ജീവിതത്തിൽ ഉണ്ടാതെങ്കിലോ അപ്പൊ പറയുന്നത് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അപ്പോഴും അൽഹംദുലില്ലാഹ് പറയും. അത്ര മനസ്സ് നീറുന്ന അനുഭവം ആ ജീവിതത്തിലുള്ളത്, അത്രമേൽ പ്രയാസം കൊണ്ട് വരിഞ്ഞു മുറുകയാണ്. അപ്പോ അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, മനസ്സിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ജീവിതം. ഈ ഒരു ജീവിതത്തെയാകുന്നു അൽഹംദുലില്ലാഹ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിന്ന് അതിന്റെ ഒരു വലിയ വ്യാപ്തി, അർത്ഥവ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് നോക്കൂ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർത്താൽ അത് കിട്ടും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം ശരീരം കൊണ്ട് പ്രയാസം ഉണ്ടായി. കാരണം കഠിനമായ വേദനയുണ്ടാകുന്ന ഒരു വല്ലാത്ത ശാരീരിക വേദനയും പ്രയാസവും രോഗവും കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. മഹാനായ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടു അലൈഹി സ്വലാത്തു വസ്സലാം. സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെട്ടു, സാമ്പത്തികമായി തകർന്നു പോയി. എല്ലാം ഉണ്ടായിരുന്നു മനുഷ്യന്, പക്ഷെ ഒക്കെ തകർന്നു പോയി, ഇല്ലാതെയായി പോയി. അവസാനം കുടുംബവും കുട്ടികളൊക്കെ വേർപെട്ടു പോയി ജീവിതത്തിൽ നിന്ന്. എല്ലാവരും ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. കടുത്ത പരീക്ഷണങ്ങൾ, ആ കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ഘട്ടത്തിലും റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഈ തിക്താനുഭവങ്ങളെ അതിജീവിക്കാൻ ആ മഹാനായ പ്രവാചകന് സാധിച്ചു. സ്തുതിച്ചു, റബ്ബിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, സഹിച്ചും ക്ഷമിച്ചും അൽഹംദുലില്ലാഹ് പറഞ്ഞു. അത് ജീവിതം കൊണ്ട് പറഞ്ഞപ്പോൾ അവസാനം എന്തുണ്ടായി? എല്ലാ പ്രയാസങ്ങൾക്കും ഒടുക്കുണ്ടായി എന്നുള്ളതാണ്. ദുരിതങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. റബ്ബിന്റെ അടുക്കലിന് സഹായമുണ്ടായി എന്നുള്ളതാണ്.
അത് ഒരു പ്രവാചകനിലൂടെ ഇതെങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ റബ്ബിന് വിധേയപ്പെടുന്നിടത്തും, അതേപോലെ തന്നെ ആ വിധേയത്വം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ക്ഷമയോടുകൂടി റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ടിട്ടുള്ള ഒരു ജീവിതം സമർപ്പിക്കാൻ സാധിക്കുന്നിടത്ത് കെട്ടിക്കൊടുക്കുകൾ അഴിഞ്ഞു പോവുകയും റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുകയും ചെയ്യുന്ന ഒരു സന്തോഷം ജീവിതത്തിന്റെ അനുഭവങ്ങളായിക്കൊണ്ടുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇതാണ് അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്നുള്ളത് പറയാൻ സാധിക്കുന്ന സത്യവിശ്വാസികളായിട്ട് നമ്മൾ മാറണം എന്നതാണ് ഇതൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഹദീസിൽ പറയുന്നുണ്ട്, പ്രവാചകന്റെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അബൂ മാലിക്കുൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നൊരു ചോദ്യം സ്വഹാബികളോട് ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോൾ സഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടി ആ സ്വർഗാവകാശിയായ മനുഷ്യൻ ആര് എന്ന് അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് കണ്ണും കാതും കൂർപ്പിച്ചു നിന്നുന്ന. അപ്പോ സ്വഹാബത്തിന് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരു മനുഷ്യനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അയാൾ പള്ളിയിലേക്ക് വരുന്ന, ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് വരുന്ന മനുഷ്യനാണ്. അയാൾ കൃത്യമായിട്ട് നമസ്കാരത്തെ നിർവഹിക്കും, ഇഖാമത്ത് ചെയ്യും. നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്ന മനുഷ്യൻ. ഇഖാമത്ത് വേറെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്, വിശദീകരിക്കാൻ വഴി ഇൻഷാ അല്ലാഹ്. ഇഖാമത്ത് ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം. ആ ഇഖാമത്ത് ചെയ്യുന്ന മനുഷ്യൻ ബാങ്ക് കേട്ടാൽ നമസ്കാരത്തിന് ഇഖാമത്ത് ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. അത് അദ്ദേഹം നിർവഹിക്കും. ആ നിർവഹണത്തോടൊപ്പവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ നമസ്കാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേടിക്കൊടുത്തൊരു മാറ്റം. ഏത് സാഹചര്യത്തിലും അയാൾ അൽഹംദുലില്ലാഹ് പറയും. തിക്താനുഭവങ്ങളിലും അൽഹംദുലില്ലാഹ് പറയും. നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കൂ, എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ പോണ്, അങ്ങനെയൊക്കെ പോണു. എത്ര അനുഗ്രഹത്തിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കണതെങ്കിൽ അപ്പോഴും പറ അങ്ങനെയൊക്കെ പോണെന്നാ പറയാം. ഒരു തൃപ്തിയില്ലായ്മ നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഈ മറുപടി നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു മറുപടിയാണെങ്കിൽ പോലും, അറിയാതെ പറഞ്ഞു പോകുന്ന മറുപടിയാണ്, ശീലമായിക്കൊണ്ട് സംഭവിച്ചു പോയതാണിത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നിറഞ്ഞ സന്തോഷത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമിഹി തതിമ്മു സ്വാലിഹാത്ത് എന്നും, വരിഞ്ഞു മുറുക്കുന്ന പ്രയാസമാണെങ്കിലും അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ എന്നും പറയുന്ന രീതിയിൽ റബ്ബിനെ സമീപിക്കാൻ, റബ്ബിനോടുള്ള ദിക്റിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താകുന്നു ഇതിന്റെ വിജയമുള്ളത്. അല്ലെങ്കിൽ അൽഹംദുലില്ലയുടെ അതിന്റെ നമ്മുടെ ആഴത്തിൽ എന്നുള്ള അതിനെ ഉൾക്കൊണ്ടു എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾക്കുണ്ടാവണം. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച ഇതിന്റെ ഒരു ആശയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മറ്റൊരു ഹദീസ്. ഒരു മനുഷ്യൻ, ഒരു അടിമയായ മനുഷ്യൻ, അയാൾ അള്ളാഹുവിന് അടിമയായ ഒരു മനുഷ്യൻ കേട്ടോ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇദാ മാത വലദുൻ ലിഅബ്ദിൻ, അള്ളാഹുവിന് അടിമയായ ഒരു മനുഷ്യന്റെ ഒരു കുട്ടി മരിച്ചു. മരണപ്പെട്ട സമയത്ത് മലക്കുകൾ അയാളുടെ റൂഹിനെ, ആ കുട്ടിയുടെ റൂഹിനെ പിടിച്ചതാണ്. അപ്പൊ മലക്കുകൾ അയാളോട് സംസാരിക്കുകയാണെന്നാണ്. ആ സംസാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് ഈ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾ ആ കുട്ടിയുടെ റൂഹിനെ പിടിച്ച സമയത്ത് അവിടുത്തെ ആ പിതാവിന്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പിതാവ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന. ആ പ്രതികരിച്ച ചോദ്യം ചോദിക്കുന്നവരെ മലക്കുകൾ മറുപടി പറയുന്നത്, നഅം അല്ലാഹുവേ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നഅം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു, നിന്റെ അടിമ റബ്ബേ, നിന്റെ അടിമ പറഞ്ഞിട്ടുള്ളത് ഹമിദക വസ്തർജഅ എന്നുള്ള ഉത്തരം കൊടുക്കുന്ന. ഈ ഒരു സംഭവം ഉണ്ടായപ്പോ കുട്ടി അങ്ങോട്ട് മരിച്ചുപോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അയാൾ നിന്നെ സ്തുതിക്കുകയും അതോടൊപ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്തിർജാ നടത്തി. നിന്നിലേക്ക് തിരിച്ചു വരാനുള്ളവരാണ് എന്നുള്ള നിലക്ക് മനസ്സിനെ സ്വാധീനപ്പെടുത്താനും മനസ്സിനെ അത് അംഗീകരിക്കാനും ആ വാർത്തയെ അംഗീകരിക്കാനും അയാൾ മാനസികമായി പരുവപ്പെട്ടു. അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നത് എന്താണെന്നറിയോ? എന്റെ ഈ അടിമക്ക് ഇങ്ങനെ പറഞ്ഞ, കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞ എന്റെ ആ അടിമക്ക്, നിങ്ങൾ ആ അടിമ ഇവിടേക്ക് വരും മുമ്പ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരും മുൻപ് തന്നെ അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി കൊടുക്കൂ. ആ ഭവനത്തിന്റെ പേര് എന്തായിരിക്കണം എന്നറിയോ? വസമ്മൂഹു ബൈത്തുൽ ഹംദ്. ബൈത്തുൽ ഹംദ് എന്ന് അതിന് പേരിട്ടണം. അൽഹംദുലില്ലാഹ് എന്ന ഒരൊറ്റ വാക്ക്
ജീവിതത്തിൽ നിന്ന് ഏറ്റെടുത്തിട്ടാണ് അത് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അതിന്റെ പ്രതിഫലമായി കൊണ്ട് സ്വർഗത്തിൽ അതേ പേരിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് നൽകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഈമാനികമായ വിചാരപ്പെടലുകൾ ധാരാളമായി നടത്താനും അങ്ങനെ ജീവിതത്തിലേക്ക് അത്തരം ആലോചനകൾ ഉണ്ടാക്കിയെടുക്കാനും ദിക്റുകൾ എങ്ങനെ സ്വാധീനിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാനും പഠിക്കാനും ഒക്കെ നമുക്കെല്ലാം തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അൽഹംദു വളരെ വലിയ ആഴത്തിൽ നമ്മളെ സ്വാധീനിക്കേണ്ട ഒന്നാണ്. പഠിക്കേണ്ടത് എന്നല്ല, നമ്മളെ സ്വാധീനിക്കേണ്ട ഒന്നാണ്. അത്ര ആഴത്തിലും പരപ്പിലും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായി പറയാവുന്ന, ഏറ്റവും ചുരുക്കി പറയാവുന്ന ചില വിഷയങ്ങളിലേക്ക് മാത്രമാണ് ചിന്തകളെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അൽഹംദു വന്നിട്ടുള്ള ആയത്തുകൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ അൽഹംദു റബ്ബിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അൽഹംദു എന്നുള്ള വന്നിട്ടുള്ള അൽഹംദുലില്ല, അതേപോലെ റബ്ബ് എന്നുള്ള അർത്ഥത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ വന്നിട്ടുള്ളത്, അതേപോലെ ലഹുൽ ഹംദു പോലെയുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് വെക്കാൻ ഒരുപാട് ആശയങ്ങൾ അതിലൂടെ ലഭ്യമാകും എന്ന ഒരൊറ്റ വാക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് സെർച്ച് ചെയ്യാൻ എന്നുള്ള നിലക്ക് മുന്നോട്ട് വെക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രാവേളകളിൽ നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നാട്ടിലാവട്ടെ വീട്ടിലാവട്ടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒന്നാകുന്നു ഈ അൽഹംദുലില്ലാ, നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാകുന്നു അൽഹംദുലില്ലാ. നമ്മുടെ ജോലി സമയത്ത്, നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മോടൊപ്പം ഉണ്ടായിരിക്കേണ്ട വല്ലാത്ത ഒരു പ്രാർത്ഥനാ വാക്യമാകുന്നു അൽഹംദുലില്ലാ. നാം പള്ളിയിലായിരിക്കുമ്പോൾ, നാം പുറത്തേക്കിറങ്ങി അങ്ങാടിയിലായിരിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട, വല്ലാതെ സ്വാധീനിക്കേണ്ട ഒന്നാകുന്നു അൽഹംദുലില്ലാ. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട ഒരു വല്ലാത്ത പ്രാർത്ഥനാ വാക്യമാകുന്നു അൽഹംദുലില്ലാ. നമുക്കറിയാം, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്നുള്ളതാണ്. അർത്ഥം പറയേണ്ടതില്ലല്ലോ, നമ്മളെ സ്വാധീനിക്കേണ്ടതാണ്. പക്ഷെ അൽഹംദുലില്ലാ എന്ന ആ സമയത്ത് പറയാൻ നമ്മൾ എത്രമേർ ഓർത്തു വെക്കുന്നുണ്ട് എന്നുള്ളത് ആലോചനാ വിധേയമാക്കേണ്ടതാണ്. ഓർമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഓർത്തു വെക്കാൻ അത് ഉപകാരപ്പെടുമല്ലോ. അതേപോലെ സന്ധ്യാസമയങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദീ കഫാനാ വ ആവാനാ എന്ന് പറയണമെന്ന്. ഞങ്ങൾക്ക് ജീവിതത്തിൽ സംതൃപ്തി നൽകിയവനായ അല്ലാഹുവേ, നിനക്കാകുന്ന സർവസ്തുതിയും. അഭയം നൽകിയവനായ അല്ലാഹുവേ, അഭയം നൽകിയവനായ അല്ലാഹുവിനെ സ്തുതിക്കുന്ന വാക്യങ്ങളാകുന്നു അത് സന്ധ്യാസമയങ്ങളിൽ അങ്ങനെ ഓർത്തുകൊണ്ട് പറയണമെന്ന് പഠിപ്പിച്ചു. ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ അപ്പ പറയണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഏത് സമയത്തും ഡ്രസ്സ് ധരിക്കുക, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ വേറെ പ്രാർത്ഥനയാണുള്ളത്. നമ്മൾ ഏത് വസ്ത്രം ധരിക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് മറ്റൊന്ന് ധരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ കസാനി, എനിക്ക് ഈ വസ്ത്രം ധരിക്കാൻ സൗകര്യം നൽകിയവനായ, റിസ്ക് നൽകിയവനായ അല്ലാഹുവേ, നിനക്കാകുന്ന സ്തുതി. വറസഖനീഹി, ആ റിസ്ക് നൽകിയവൻ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ സ്വന്തം കഴിവൊന്നും ഇതിലില്ല, പ്രാപ്തി എനിക്കില്ല, അങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇത് വന്നു ചേർന്നു, വന്ന് കിട്ടി. നാഥ, നീ നൽകി, അൽഹംദുലില്ലാ. അതേപോലെ തന്നെ നമ്മൾ ദുഃഖം ഉണ്ടാകുമ്പം, പ്രയാസം ഉണ്ടാകുമ്പോൾ ഓർത്തു വെക്കുക എങ്ങനെ പറയണം എന്നുള്ളത്, സന്തോഷം ഉണ്ടാകുമ്പോൾ എങ്ങനെ അൽഹംദുലില്ലാ പറയണം എന്നുള്ളത്. അതൊക്കെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കും. അതിന്റെ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലയോടൊപ്പം ജീവിക്കാനുള്ള തൗഫീഖ്, അവരൊറ്റ വാക്ക് മതിയാകുമെന്ന് തോന്നുന്നു. അൽഹംദുലില്ലയോടൊപ്പം ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ,
നിന്നിലുള്ള വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും നിന്നോടുള്ള പ്രാർത്ഥനകളിൽ അഭയം തേടാനും ആ പ്രാർത്ഥനകളെ കൊണ്ട് ഉത്തരം കിട്ടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള വലിയ സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സന്തോഷവേളകളിൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമിഹി തതിമ്മു സ്വാലിഹാത്തി എന്ന് പറയുന്ന, ദുഃഖവേളകളിലാണെങ്കിൽ പോലും അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയുന്ന, അങ്ങനെ മനസ്സുകൊണ്ട് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളെ പരുവപ്പെടുത്താൻ, അങ്ങനെ ഈമാനികമായ ഒരു ജീവിതത്തെ തിട്ടപ്പെടുത്താൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ വേർപെട്ടുപോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും, അവരിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള, ഞങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള എല്ലാ ആളുകളും, ഏറ്റവും അടുത്ത് മരണപ്പെട്ടവർ, ഇതിന്റെ മുൻപേ മരണപ്പെട്ടവർ, നാഥ, അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മരണത്തിന്റെ പ്രയാസം കൊണ്ട് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന, നോവനുഭവിക്കുന്ന എത്രയെത്ര ആളുകൾ, അവരുടെ നോവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുന്നവനായ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം പ്രയാസപ്പെടുന്നവരായ ആളുകൾ, അള്ളാഹുവേ, അവർക്ക് നാഥ മനസ്സിന് ആശ്വാസം നൽകണമേ, സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين وسلام على المرسلين.